ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് M1 ചാപ്റ്റർ 8 ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനെറ്റ് ആൻഡ് ഡബ്ല്യു. ഇതിൽ എന്താണ് ഫസ്റ്റ് വണ്ണായിട്ട് പറയണമെന്നാൽ ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ബേസിക്സ് എന്താണെന്നുള്ളതാണ്. അതായത് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇസ് എൻ ഇന്റർകണക്ഷൻ ഓഫ് 2 or more computing devices using either wire or wireless media. ഒരു വയർ മീഡിയയോ അല്ലെങ്കിൽ ഒരു വയർലെസ് മീഡിയയോ കൊണ്ട് ഒന്നോ രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകൾ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. In every computer network, there are hardware and software that are connected to computer and tools. അതായത് ഓരോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലും ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ടൂളുകളോ തമ്മിൽ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റ്, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റുകളാണ് സ്വിച്ചസ്, റൂട്ടർ, ഹബ്, പ്രിൻ്റർ, മൊബൈൽ, ടാബ്ലറ്റ് ഒക്കെ തുടങ്ങിയവയാണ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണ് പറയാനുള്ളത് എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൽ തന്നെ നമ്മൾ അതിൻ്റെ സ്പേസിനനുസരിച്ചിട്ട് അതിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് തന്നെ നെറ്റ്വർക്കുകൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. A local area network is a network that connects computer and other devices within a small geographic area such as home, school, office or ബിൽഡിംഗ്. അതായത് ഒരു സ്കൂളിലെയോ ഒരു ഓഫീസിലോ ഒരു ബിൽഡിങ്ങിലോ അതായത് ഒരു സ്മോൾ ജോഗ്രഫിക് ഏരിയയിൽ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ചെറിയ സ്പേസിൽ ഒരു സ്മോൾ ജോഗ്രഫിക് ഏരിയയിൽ നമ്മൾ നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഫീച്ചേഴ്സുകളാണ് ഇവിടെ പറയുന്നത്. കവേഴ്സ് എ ലിമിറ്റഡ് ഏരിയ. നമ്മളൊരു ലിമിറ്റഡ് ഏരിയയിൽ ഇവിടെ കവേഴ്സ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഓൺഡ്, മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ എ സിംഗിൾ ഓർഗനൈസേഷൻ. ഒരു സിംഗിൾ ഓർഗനൈസേഷനിലാണ് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാനേജ് ചെയ്യുന്നത്. യൂസ് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ. ഇവിടെ എന്താണ് ഹൈ സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയയിലല്ലേ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ഹൈ സ്പീഡിലായിരിക്കും. കോമൺലി യൂസ് ഇതർനെറ്റ് കേബിൾസ് ഓർ വൈഫൈ ഫോർ കണക്ഷൻ. നമ്മൾ കോമൺലി ആയിട്ട് ഈ സ്മോൾ ഏരിയയിൽ യൂസ് ചെയ്യുന്നത് ഇതർനെറ്റ് കേബിളുകളോ അല്ലെങ്കിൽ വൈഫൈകളോ ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് സ്കൂൾ കമ്പ്യൂട്ടർ ലാബ് നെറ്റ്വർക്ക്, ഓഫീസ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ എന്താണ് ഒരു ഓഫീസിൽ തന്നെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കണക്ഷനൊക്കെ എന്താണ് ലാൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതായത് വാൻ. Wide area network is a network that connects computers and smaller network across large geographical areas such as cities, countries, or even worldwide. അതായത് നമ്മൾ ലാർജ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതെവിടെ ലാർജ് ജോഗ്രഫിക് ഏരിയയിൽ അല്ലെങ്കിൽ സിറ്റീസിൽ, കൺട്രി, ഈവൻ വേൾഡ് വൈഡിൽ പോലും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്, കവേഴ്സ് എ ലാർജ് ഏരിയകളെ കവർ ചെയ്യും. യൂഷ്വലി മെയിൻറ്റെയിൻ ബൈ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസ് ഓർ ISP. അതായത് ശരിക്കും ഇതിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസുകളോ അല്ലെങ്കിൽ ISPsകളോ ആണ് എന്താണ് ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. യൂസസ് സാറ്റലൈറ്റ് ലിങ്ക്സ്, ഒപ്റ്റിക്കൽ ഫൈബർ ഓർ ടെലിഫോൺ ലൈൻസ് ഫോർ കണക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ സാറ്റലൈറ്റുകൾ യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സുകളൊക്കെ യൂസ്
ആണ് ഈ കണക്ഷൻ ഇവിടെ പോസിബിൾ ആവുന്നത്. സ്ലോവർ സ്പീഡ് കമ്പയർഡ് ടു ലാൻഡ് ഡ്യൂ ടു ദ ഡിസ്റ്റൻസ് ആൻഡ് ഡാറ്റ ലോഡ്. ഇവിടെ സ്ലോവർ സ്പീഡായിരിക്കും. കാരണം വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ സ്പീഡ് കൂടുതൽ അല്ല അതിൻ്റെ സ്പീഡ് കുറയാണ് ചെയ്യുക. കാരണം പിന്നെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും അതിൻ്റെ സ്പീഡ് കുറയും. പിന്നെ നമ്മൾ സാറ്റലൈറ്റ് അതൊക്കെ എന്നാൽ നമുക്കതൊക്കെ അറ്റ് എ ടൈമിൽ റേഞ്ച് പ്രോബ്ലംസുകളൊക്കെ വരില്ലേ, അതിൻ്റെ ശരിക്കുള്ള സിഗ്നൽസൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കവിടെ നമ്മളത് ലോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ബാങ്ക്സ് നെറ്റ്വർക്ക് കണക്റ്റിംഗ് ബ്രാഞ്ചസ് ഡിഫറെൻറ്റ് യൂണിറ്റ് സിറ്റീസ്, അതായത് സിറ്റീസുകളൊക്കെ അധികം യൂസ് ചെയ്യുന്നതാണ് എന്ത് വാൻ എന്ന് പറയണത്. ഇനി നമുക്ക് പറയണത് നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. അതായത് നമ്മളെ ഫിസിക്കൽ ഓർ ടോപ്പോളജി പറഞ്ഞാണെങ്കിൽ ദ ഫിസിക്കൽ ഓർ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ ഡിവൈസസ് ഓർ നോട്ട്സ് യൂസ്ഡ് ഇൻ എ നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് നെറ്റ്വർക്ക് ടോപ്പോളജി. അതായത് ഫിസിക്കലായിട്ടുള്ളയോ അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസുകൾ തമ്മിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലായിട്ട് 5 നെറ്റ്വർക്ക് ടോപ്പോളജികളാണുള്ളത്. ഒന്ന് ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി ആൻഡ് ഹൈബ്രിഡ് ടോപ്പോളജി. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ളതാണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി എന്നാൽ നമുക്ക് ആ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ബസ് പോലെ. അതായത് സെൻറ്ററിലൂടെ ഒരു പാത്ത് ഇതായിട്ട് രണ്ടറ്റത്തായിട്ട് ഡിവൈസസുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബസ് ടോപ്പോളജി ഇസ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഓൾ കമ്പ്യൂട്ടർ ഡിവൈസസ് കണക്ട് ബൈ സിംഗിൾ കേബിൾ. അതായത് ഒരു സിംഗിൾ കേബിളിൽ രണ്ടറ്റത്തായിട്ട് കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ ടേം ആൾസോ ലൈൻ ടോപ്പോളജി. ഈ ബസ് ടോപ്പോളജിനെ തന്നെ നമ്മൾ ലൈൻ ടോപ്പോളജിയും കൂടെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബസ് ടോപ്പോളജിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? അത് പറഞ്ഞാൽ സിമ്പിൾ, റിലയബിൾ, സ്കേലബിൾ ആൻഡ് ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതായത് നമുക്കതൊരു സിമ്പിളായിട്ടുള്ള ടോപ്പോളജിയാണ്. പിന്നെ എന്താണ്, ഒരു സ്കേലബിൾ ആണ്. പിന്നെ ഈസി ടു നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയിട്ട് സിമ്പിൾ, കാരണം ഒറ്റ സിംഗിൾ ലൈനിൽ കണക്ട് ചെയ്താൽ മതി. ഇറ്റ് റിക്വയർസ് മിനിമം ലെങ്ത് ഓഫ് കേബിൾ ടു കണക്ട് കമ്പ്യൂട്ടർ ടുഗദർ, സോ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. അതായത് ഒരു മിനിമം ലെങ്ത് ആയതുകൊണ്ട് നമുക്കത് കുറച്ച് മാത്രം മതി ആ കേബിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസീവ് കുറവാണ്. ഇനി അതിൽ ഉള്ള ഡിസഡ്വാൻറ്റേജ് മെയിനായിട്ട് പറയണത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഇൻ കേസ് ഓഫ് നെറ്റ്വർക്ക്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എവിടെയാണ് നമ്മളെ പ്രശ്നം വന്നത്. നമുക്ക് പ്രോബ്ലം ഡിറ്റക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് റിസ്ക് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ഫോർ ലാർജ് നെറ്റ്വർക്ക്. ഇത് ലാർജ് നെറ്റ്വർക്കിൽ അഡ്വൈസബിൾ അല്ല. ഏറ്റവും സിംഗിൾ ലൈനിൽ പോണ കുറേ സിംഗിൾ ലൈനിൻ്റെ ഇത് കൂട്ടിയാലും ആ ഡിവൈസിൻ്റെ എണ്ണം കൂടുമ്പോഴും നമുക്ക് പ്രശ്നം വരികയാണ് ചെയ്യുന്നത്. ഇഫ് ദ മെയിൻ കേബിൾ ഗോട്ട് ഡാമേജ്ഡ് ദ നെറ്റ്വർക്ക് മേ ഫെയിൽ ഓർ സ്പ്ലിറ്റ്. അതായത് നമ്മൾ മെയിൻ കേബിളിൽ ഏതെങ്കിലും ഇതിൽ ഡാമേജ് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ അത് ഫെയിൽ ചെയ്യാനോ അത് മൊത്തമായിട്ടും ആ നെറ്റ്വർക്ക് തന്നെ സ്പ്ലിറ്റ് ചെയ്യാനോ സാധ്യത ആയിട്ട് വരും. ഓക്കെ, ആ മെയിൻ കേബിളിന് വന്ന്, കാരണം ആ കേബിളിനെ കണക്ട് ചെയ്തിട്ടാണ് എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് പ്രശ്നമായിട്ട് വരും. ഇഫ് ദർ ആർ മോർ ഡിവൈസസ് ഇൻ ദ ടോപ്പോളജി ദ സ്പീഡ് മേ സ്ലോ ഡൗൺ. അതായത് കൂടുതൽ ഡിവൈസസുകൾ അവിടെ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്താണ്, സ്പീഡ് കുറയാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, സ്പീഡ് സ്ലോ ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റാർ ടോപ്പോളജി. ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു സ്റ്റാറിൻ്റെ രൂപത്തിൽ അല്ലേ. അപ്പോൾ ദ സ്റ്റാർ ടോപ്പോളജി ഇസ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഓൾ ദ കമ്പ്യൂട്ടർ ഡിവൈസസ് ആർ നോഡ്സ് ആർ കണക്റ്റഡ് ടു സ്വിച്ച് ഓർ ഹബ്. അതായത് എല്ലാ നോഡ്സും ഒരു സ്വിച്ചോ ഒരു ഹബ്ബോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും.
ഒരു സ്വിച്ചോ അല്ലെങ്കിൽ ഹബ്ബായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ സ്റ്റാർ ടോപ്പോളജിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഈസി ടു ആഡ് ഓർ റിമൂവ് ഡിവൈസസ് ഇൻ ദിസ് ടോപ്പോളജി. അതായത് ഒരു ഹബിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും ഈസി ആയിട്ട് ആഡ് ചെയ്യാനും പറ്റും. അത് ആ ഹബ്ബായിട്ട് ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് മോർ റിലയബിൾ, ട്രബിൾ ഷൂട്ടിംഗ് ഇസ് മോർ എഫിഷ്യൻറ്റ്. ഇഫ് വൺ ഓർ മോർ ലിങ്ക് മേ ഫെയിൽ ദെൻ ഇറ്റ് വിൽ നോട്ട് ഡിസ്റ്റർബ് അതർ ലിങ്ക്സ്. അതായത് ഒന്നോ രണ്ടോ ലിങ്കിന് നമുക്ക് ഡാമേജ് വന്നാലും നമുക്കതിൽ ഫെയില് വരില്ല. കാരണം വെച്ചാൽ ഇതൊരു ഹബ്ബായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഹൈ ട്രാൻസ്മിഷൻ റേറ്റ് മേ അച്ചീവ് ഇൻ ദിസ് ടോപ്പോളജി. ഹൈ ട്രാൻസ്മിഷൻ റേറ്റ് ആണ് ഇതിൽ ഉള്ളത്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് ഹൈ ആണ്. ഇനി ഈ സ്റ്റാർ ടോപ്പോളജിക്കുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്വിച്ചോ ഹബ്ബോ ഫെയിൽ ആയാൽ എന്താണ് എല്ലാ നെറ്റ്വർക്കും ഡാമേജ്ഡ് ആയിരിക്കും. കാരണം വെച്ചാൽ ഒരു സ്വിച്ചോ ഹബ്ബോ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വിച്ചോ ഹബ്ബോ ഫെയിൽ ആയാൽ ഇതെല്ലാ നെറ്റ്വർക്കായിട്ട് എന്തായിരിക്കും എല്ലാ നെറ്റ്വർക്കും ഇതിൽ ഡാമേജ് ആയിരിക്കും. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടോപ്പോളജി കമ്പയർഡ് ടു ബസ് ടോപ്പോളജി. ഇൻ ദിസ് ടോപ്പോളജി ഈച്ച് ഡിവൈസ് ഇസ് ഡയറക്റ്റ്ലി കണക്ട് ടു സ്വിച്ച് ഓർ ഹബ്ബ്, സോ ഇറ്റ് ഈസ് റിക്വയർ മോർ ലെങ്ത് ഓഫ് ദ കേബിൾ ആൻഡ് എക്സ്പെൻസീവ്. അതായത് ഇത് ബസ് ടോപ്പോളജിനെക്കാട്ടിലും എന്തായിരിക്കും എക്സ്പെൻസീവ് ആണ്. ഇത് ഹബ്ബോ റോട്ടറോ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഓരോ ഡിവൈസസും ഹബ്ബിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഓരോ കേബിൾസുകൾ ആവശ്യമായിട്ടുണ്ട്. മറ്റേത് ബസ് ടോപ്പോളജി എന്നുള്ള ഒരു സിംഗിൾ കേബിളിൽ എന്തായിരിക്കും മോർ ഡിവൈസസുകൾ കണക്ട് ചെയ്യാന്ന് പറയും. പക്ഷേ ഇത് ഓരോ ഹബിലേക്ക് കൊണ്ടുവരണമെങ്കിലും നമുക്ക് എന്താണ് ഓരോരോ സിംഗിൾ ലൈനുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്കിതിൽ എക്സ്പെൻസീവ് ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് വണ്ണാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ റിംഗ് ടോപ്പോളജി എന്നാണ് type of network topology in which all the computer devices or computer are connected to each other by a single cable. ഒരു സിംഗിൾ കേബിൾ യൂസ് ചെയ്തിട്ട് ഓരോരോ കമ്പ്യൂട്ടറുകളും ഇങ്ങനെ റിംഗ് ലൈക്കിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ റിംഗ് ടോപ്പോളജിനെ ലൂപ്പ് ടോപ്പോളജി എന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് എടുക്കണം. ഓരോ ഡിവൈസുകൾ ഇങ്ങനെ റിംഗ് ടൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി റിംഗ് ടോപ്പോളജിൻ്റെ അഡ്വാൻറ്റേജസുകൾ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട് വെരി ഹൈ ട്രാൻസ്മിഷൻ റേറ്റ്. ഇതിൽ ഹൈ ട്രാൻസ്മിഷൻ റേറ്റ് ആണ് ഈ റിംഗ് ടോപ്പോളജിയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ഡിവൈസസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ സെൻട്രൽ സ്വിച്ച് ഓർ ഹബ് ആസ് ഈച്ച് ഡിവൈസ് ട്രാൻസ്മിറ്റ് ഡാറ്റ ടു ഫ്രം ഇറ്റ് സെൽഫ്. ഓരോ ഡിവൈസസിലും എന്താണ് നമ്മൾ സെൻട്രൽ സ്വിച്ചോ ഹബ്ബോ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഓരോ ഡിവൈസസും ഓരോന്നിങ്ങനെ ഡാറ്റ പാസ് ചെയ്ത് കൊണ്ടിരിക്കണം. അപ്പോൾ ഡിവൈസ് 1ൽ നിന്ന് ഡിവൈസ് 2ലേക്ക് ഡിവൈസ് 3ലേക്ക് അങ്ങനെ ഡാറ്റകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഹബ്ബോ സെൻട്രൽ സ്വിച്ചോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് റിക്വയർ ലെസ് കേബിൾ കണക്ഷൻ ആൻഡ് ഹെൻസ് റിലയബിലിറ്റി ഇൻക്രീസസ്. ഇതിൽ കേബിളിൻ്റെ ഇത് പറഞ്ഞാൽ ലെസ് കേബിൾ കണക്ഷനാണ്. അതായത് കേബിളിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറച്ചാൽ മതി. ഇനി ഇതിൻ്റെ റിംഗ് ടോപ്പോളജിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് നെറ്റ്വർക്ക്. നമുക്ക് ഈ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം റിങ്ങിൽ ഓരോ ഡാറ്റകൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ അവിടെ ഒരു ഇതിൻ്റെ ഒരു പീസ് ഓഫ് നെറ്റ് അത് ഒരു ഡിവൈസസ് നമ്മൾ മാറ്റിയേക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരും. പക്ഷേ എന്താണ് നമ്മൾ ആ ഡാറ്റകളൊക്കെ ലോസ് ആയിട്ട് പോകും. ഇഫ് എനി ഡിവൈസസ് ഓർ കമ്പ്യൂട്ടർ സ്റ്റോപ്പ് വർക്കിംഗ് ദെൻ വർക്ക് മേ ഫെയിൽ സ്റ്റോപ്പ് വർക്കിംഗ്. അതായത് ആ നെറ്റ്വർക്ക് ടോട്ടലായിട്ട് എന്തായിരിക്കും നമ്മൾ ഫെയിലായിട്ട് പോവാനാണ് സാധ്യത.
ഇനി നെക്സ്റ്റ് വൺ ആയിട്ടുള്ളതാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാണെങ്കിലും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഈച്ച് ആൻഡ് എവറി കമ്പ്യൂട്ടർ ആർ കണക്റ്റഡ് ടുഗദർ. ഓരോ കമ്പ്യൂട്ടറുകളും തമ്മിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. മെഷ് ടോപ്പോളജി ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ വയർലെസ് നെറ്റ്വർക്ക്. മെഷ് ടോപ്പോളജിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വയർലെസ് നെറ്റ്വർക്കിലായിട്ടാണ്. വയർലെസ് നെറ്റ്വർക്കായിട്ടാണ് മെഷ് ടോപ്പോളജി നമ്മൾ യൂസ് ചെയ്തത്. കാരണം എക്സാമ്പിൾ ഇൻ്റർനെറ്റ്, അതായത് ഓരോ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഡിവൈസ് 1 ഡിവൈസ് 2 ആയിട്ടും ഡിവൈസ് 3 ആയിട്ടും ഡിവൈസ് 6 ആയിട്ട് എല്ലാ ഡിവൈസസുകളായിട്ട് അപ്പോൾ ഒരു ഡിവൈസിലുള്ള ഡാറ്റകൾ എല്ലാ ഡിവൈസസുകളും ഉണ്ടാവും എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ട്രബിൾ ഷൂട്ട്. നമുക്ക് മെയിൻ്റെനൻസ് ഈസിയാണ്. ഇറ്റ് ഈസ് മോർ റിലയബിൾ ദാൻ അതേഴ്സ് ഇഫ് എനി ഓഫ് ദി ഡിവൈസസ് ഓർ നോഡ് മേർ ഫെയിൽ ഡസ് നോട്ട് അഫക്റ്റ്. അതായത് മറ്റേ ടോപ്പോളജിനെക്കാട്ടിലൊക്കെ റിലയബിൾ ആണ്. കാരണം വെച്ചാൽ ഒന്നിലൊരു പ്രശ്നം പറ്റിയാലും വേറെ ഒന്നിനും ഇഫക്റ്റ് ചെയ്യില്ല. കാരണം ഡിവൈസ് 1ൻ്റെ ഡാറ്റകൾ തന്നെ എല്ലാ ഡിവൈസ് 1 2ലും ഡിവൈസ് 3ലും ഡിവൈസ് 4ലും ഡിവൈസ് 5ലും ഡിവൈസ് 6ലും ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് മെഷ് ടോപ്പോളജിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തെന്നാൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഡ്യൂ ടു ദ ലാർജ് നമ്പർ ഓഫ് കണക്റ്റഡ് ഡിവൈസസ്. അതായത് ഇത് കോസ്റ്റാണ്, കൂടുതലാണ്. കാരണം വെച്ചാൽ നമ്മൾ ഓരോ ഡിവൈസും ഡിവൈസ് 1 ഇപ്പോൾ ഡിവൈസ് 2 3 ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ ഇത് കണക്റ്റിനും വേണ്ടിയിട്ട് നമുക്ക് കേബിൾസുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, അത് സ്വാഭാവികമായിട്ടും അത് കോസ്റ്റ് കൂടിയതാണ്. The efficiency of topology reduced due to more number of redundant connections. അത് ഒരു ടോപ്പോളജിൻ്റെ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യുന്നത് അത് മോർ നമ്പർ ഓഫ് റിഡൻഡൻറ്റ് കണക്ഷൻ, കൂടുതൽ കണക്ഷൻസ് വരുന്നത് കൊണ്ടാണ് അതിൻ്റെ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ആൻഡ് മാനേജ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. ഓരോ ഡിവൈസും നമ്മൾ കൺട്രോൾ ചെയ്ത് വരേണ്ടതായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഹൈബ്രിഡ് ടോപ്പോളജി. എന്താണ് ഹൈബ്രിഡ് ടോപ്പോളജി? ഈ എല്ലാ ടോപ്പോളജികളും, അതായത് റിങ്, ബസ്, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി എല്ലാം കൂടിയിട്ടുള്ള ടോപ്പോളജിനെ നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. type of network topology in which one or more different type of network topology is present to connect to the computer. അതായത് ഒന്നോ അതിലധികമോ ടോപ്പോളജികൾ കൂടിച്ചേരുന്നതിനെ നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ടോപ്പോളജി ആയാലും അത് ഹൈബ്രിഡ്. 2 ടോപ്പോളജി കൂടി ചേർന്നാലും 3 ടോപ്പോളജി കൂടി ചേർന്നാലും അതിന് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി ഹൈബ്രിഡ് ടോപ്പോളജിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് type of topology fault in part of network does not affect the other part of the topology. അതായത് ഇത് റിലയബിൾ ആയിരിക്കും. കാരണം എന്നാൽ ഒരു ടോപ്പോളജിയിൽ ഫോൾട്ട് സംഭവിച്ചാൽ വേറെ ടോപ്പോളജിയിലേക്ക് അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ടോപ്പോളജികളും ചെക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുമില്ല. സ്കേലബിൾ സൈസ് ഓഫ് ദ നെറ്റ്വർക്ക് ക്യാൻ ബി ഈസിലി ഇൻക്രീസ്ഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് അതർ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക്. അതായത് ഇതിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു റിംഗ് ടോപ്പോളജിൻ്റെ കൂടെ നമ്മൾ ബസ് ടോപ്പോളജി ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലെങ്ത്ത് കൂടുതലാക്കാൻ നമ്മൾ സ്റ്റാർ ടോപ്പോളജി. അപ്പോൾ അത് ഓരോ ടോപ്പോളജികളും ഇങ്ങനെ ഒരു വലയത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയാം, അതേപോലെ ആയിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നമുക്ക് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓരോ ടോപ്പോളജി ആഡ് ചെയ്യുന്നതനുസരിച്ച് വേറെ ടോപ്പോളജികൾക്കൊന്നും അതിൽ വ്യത്യാസം വരുന്നില്ല. ഈ ഹൈബ്രിഡ് ടോപ്പോളജിൻ്റെ എക്സാംസ്, അതായത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസൈൻ ദ ആർക്കിടെക്ചർ ഓഫ് സച്ച് ടോപ്പോളജി. അതായത് നമുക്ക് ഒരു ടോപ്പോളജിൻ്റെ ആർക്കിടെക്ചർ അതായത് അതായത് ഹൈബ്രിഡ് ടോപ്പോളജിൻ്റെ ആർക്കിടെക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട്. കാരണം ഓരോന്നും അതിൻ്റേതായ രീതിക്ക് നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് വരണം അല്ലേ.
ഓരോന്ന് കണക്ട് ചെയ്തിട്ട് ഓരോ ടോപ്പോളജി ആയിട്ട് കണക്ട് ചെയ്യും. അതായത് ഒരു സ്പേസ്, അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദ കോസ്റ്റ് ഓഫ് ഹൈബ്രിഡ് ടോപ്പോളജി ആയി ഡ്യൂ ടു ദ ഹബ് ആൻഡ് ലോഡ്സ് ഓഫ് കേബിൾസ്. കാരണം നമുക്ക് ഇതിൽ കോസ്റ്റ് കൂടുതലാണ്. കാരണം നമുക്ക് ഹബ്ബും പിന്നെ ഓരോന്ന് കണക്ട് ചെയ്യാനുള്ള കേബിൾസും കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള നെക്സ്റ്റ് ആയിട്ട് പറയാം. ഈ ടോപ്പോളജികളെല്ലാം കഴിഞ്ഞു അല്ലേ? ബസ്, റിങ്. അപ്പം അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതിൻ്റെ ഓരോ സ്ട്രക്ചറുകൾ ഓർത്ത് വെക്കണം. ബസ്സിൻ്റെത് ഒരൊറ്റ സിംഗിൾ ലൈനിൽ രണ്ടറ്റത്തായിട്ട് ആണ് അത് ഉള്ളത്. പിന്നെ റിങ് ടൈപ്പിൽ ഓരോന്ന് ടൈപ്പ്. പിന്നെന്താണ് മെഷ് എന്നാൽ ഓരോ ഡിവൈസും മറ്റ് ഡിവൈസായിട്ട് കണക്റ്റ് ആയിരിക്കും. പിന്നെ സ്റ്റാർ രൂപത്തിലൊരു ഹബ്ബും അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഓരോ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൽ ഹൈബ്രിഡ് ഒന്നോ അതിലധികമോ ടോപ്പോളജികൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ.